ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷേഖ് ഷേഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദഹുല്ലാ നമ്മെ അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷങ്ങളും അത് പഠിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഷേഖ് പറയുകയാണ്, ഒരാളൊരു ജോലിയിലായിരിക്കാം. തൻ്റെ ഉപജീവനം ആ ജോലിയിൽ നിന്ന് മാത്രമാണെന്ന് അവൻ കരുതുന്നു. പിന്നീട് ഒരു ദിവസം ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുമ്പോൾ അവൻ നിരാശനാവുകയും പ്രതീക്ഷ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അല്ല, അവൻ അതിലേക്ക് നോക്കേണ്ടതില്ല. അവൻ ആരിലേക്ക് നോക്കണം? അൽ വാസിഅ ആയ അള്ളാഹുവിലേക്കാണ് നോക്കേണ്ടത്. എല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ അനുഗ്രഹത്തിൻ്റെയും ദാനത്തിൻ്റെയും ഉടമയാണ് അള്ളാഹു. അള്ളാഹു പറയുന്നു, അള്ളാഹു അവൻ്റെ വിശാലമായ ഔദാര്യത്തിൽ നിന്ന് അവരിൽ ഓരോരുത്തരെയും സമ്പന്നരാക്കുന്നതാണ്. സൂറത്ത് നിസായിലെ 4-ാം അധ്യായം 130-ാം വചനാണ്. ജനങ്ങൾ ഈ മഹത്തായ നാമത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും ഈ മഹത്തായ നാമത്തിലൂടെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ പൂർണ്ണത കൈവരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും കുറിച്ചുള്ള അജ്ഞതയാണ് മനുഷ്യരുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ജനങ്ങളോടുള്ള ഇടപാടുകളിലും മറ്റ് അനേകം കാര്യങ്ങളിലുമുള്ള വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഷേഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദഹുല്ല പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും കുറിച്ചുള്ള അജ്ഞതയാണ് മനുഷ്യർ നേരിടുന്ന പല വലിയ പ്രശ്നങ്ങളുടെയും മൂലകാരണം. അതുകൊണ്ട് തന്നെ സലഫു സ്വാലിഹീൻ, സച്ചരിതരായ മുൻഗാമികൾ അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും പഠിക്കുന്നതിനും അവ മനസ്സിലാക്കുന്നതിനും അവ പഠിപ്പിക്കുന്നതിനും വലിയ പ്രാധാന്യം നൽകിയിരുന്നു. സച്ചരിതരായ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമമായ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആദ്യത്തെ 3 തലമുറകളാണ്. അത് സഹാബികൾ റളിയല്ലാഹു അൻഹു, അടുത്ത തലമുറയായ താബീങ്ങളും അടുത്ത തലമുറയായ താബീങ്ങളുമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ വിജ്ഞാനമാണ് മനുഷ്യൻ്റെ ഹൃദയത്തെയും സ്വഭാവത്തെയും പ്രവർത്തനങ്ങളെയും ശരിയാക്കുന്നത്. അള്ളാഹു അർ റസാഖാണെന്ന് അറിയുന്നവൻ ഉപജീവനത്തെക്കുറിച്ച് അമിതമായ ഭയത്തിലും ഉത്കണ്ഠയിലും കഴിയുകയില്ല. സൃഷ്ടികളല്ല, അള്ളാഹുവാണ് യഥാർത്ഥ ഉപജീവനദാതാവെന്ന് അവൻ മനസ്സിലാക്കും. അള്ളാഹു അൽ ഖനി ഖനിയാണെന്ന് താൻ അവനോട് അള്ളാഹു അൽ ഖനിയാണെന്നും താൻ അവനോട് പൂർണ്ണമായി ആശ്രിതനാണെന്നും അറിയുന്നവൻ ജനങ്ങളുടെ മുമ്പിൽ സ്വയം താഴ്ത്തിക്കൊടുക്കുകയോ അവരുടെ കൈവശമുള്ളതിനു വേണ്ടി മോഹിക്കുകയോ ചെയ്യുകയില്ല. അള്ളാഹു അസ്സമീർ, എല്ലാം കേൾക്കുന്നവൻ ആണെന്ന് വിശ്വസിക്കുന്നവൻ തൻ്റെ നാവിനെ സൂക്ഷിക്കും. ആരും കേൾക്കില്ലെന്ന് കരുതി അവൻ പാപവാക്കുകൾ പറയുകയില്ല. അള്ളാഹു അൽ ബസീർ, എല്ലാം കാണുന്നവൻ ആണെന്ന് അറിയുന്നവൻ ഏകാന്തതയിലും പാപം ചെയ്യാൻ ധൈര്യപ്പെടുകയില്ല. കാരണം മനുഷ്യരുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞാലും അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറയുന്നില്ലെന്ന് അവൻ അറിയുന്നു. അള്ളാഹു അൽ ഗഫൂർ അർ റഹീം ആണെന്നറിയുന്നവൻ തൻ്റെ പാപങ്ങൾ കാരണം നിരാശനാകുകയില്ല. അവൻ തൗബയിലേക്ക് മടങ്ങുകയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യും. അള്ളാഹു അൽ ഹക്കീം, അത്യന്തം ജ്ഞാനവാൻ ആണെന്നറിയുന്നവൻ ജീവിതത്തിലെ പരീക്ഷണങ്ങളെയും ദുരിതങ്ങളെയും കുറിച്ച് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുകയില്ല. ഓരോ വിധിയുടെയും പിന്നിൽ ഒരു മഹത്തായ ജ്ഞാനമുണ്ടെന്ന് അവൻ വിശ്വസിക്കും. അതിനാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും പഠിക്കുന്നത് വെറും വിജ്ഞാനം നേടാനുള്ള ഒരു വിഷയമല്ല. അത് തൗഹീദിനെ ശക്തിപ്പെടുത്തുകയും വിശ്വാസം വർദ്ധിപ്പിക്കുകയും ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ജീവിതത്തെ ശരിയായ രീതിയിൽ നയിക്കുകയും ചെയ്യുന്ന ഏറ്റവും മഹത്തായ ഇബാദത്തുകളിൽ ഒന്നാണ്. ജനങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം കുറയുന്നതനുസരിച്ച് അവരുടെ ഭയങ്ങളും ആശങ്കകളും
സംശയങ്ങളും വർദ്ധിക്കുന്നു. അള്ളാഹുവിനെക്കുറിച്ചുള്ള വിജ്ഞാനം വർദ്ധിക്കുന്നതനുസരിച്ച് അവരുടെ തവക്കലും അള്ളാഹുവിനുള്ള ആശ്രയവും അള്ളാഹുവിനെ ഭരമേൽപ്പിക്കലും സംതൃപ്തിയും മനസ്സമാധാനവും വർദ്ധിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഇതിൻ്റെ ഷെയ്ഖിൻ്റെ ശബ്ദം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ലിങ്ക് കാണാം. ഇതേ തലക്കെട്ടിലുള്ള അതിൻ്റെ അടിയിൽ ലിങ്ക് കാണാം. അത് തുറന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഷെയ്ഖിൻ്റെ ശബ്ദം കേൾക്കാം. ബാറക്കല്ലാഹു ഫീക്കും. ഹഫിദക്കുമുല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.